ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. വീട്ടിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും തോന്നാതിരിക്കുകയും ധനനഷ്ടവും കടം കയറലും ഇങ്ങനെ കഷ്ടകാലം വണ്ടി പിടിച്ചു വരുന്നത് പോലെ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യുമ്പോൾ പഴമക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായ അടിത്തറയില്ലെങ്കിൽ കൂടിയും പഴമക്കാർ അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ചില വിശ്വാസങ്ങൾ പാരമ്പര്യമായി നമുക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചില വസ്തുക്കൾ വെച്ചാൽ ആ വീട്ടിൽ ഐശ്വര്യക്കേടും കഷ്ടകാലവും ഭവിക്കുമെന്നത് അത്തരത്തിലുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ വീടിന് ദോഷമുണ്ടാക്കുന്ന ചില വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതാണ് പൊട്ടിയ കണ്ണാടി. പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കരുതെന്ന് വീട്ടിലെ പ്രായമായവർ സ്ഥിരമായി പറയുന്ന കാര്യമാണ്. പൊട്ടിയ കണ്ണാടി നമ്മുടെ പ്രതിബിംബത്തെ വികൃതമാക്കും. അതിൽ എത്ര പൊട്ടലുകളുണ്ടോ നമ്മുടെ അത്രയും പ്രതിബിംബങ്ങൾ കണ്ണാടിയിൽ പ്രതിഫലിക്കും. ഒരാളുടെ സ്വത്വത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന വസ്തുവെന്ന നിലയിലാണ് പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കരുതെന്ന് ഐശ്വര്യക്കേടാണെന്നും പറയുന്നത്. അടുത്തത് കീറിയ പായ. പായ ഇന്നത്തെ കാലത്തെ വീടുകളിൽ ഉണ്ടാകാനിടയില്ല. എങ്കിലും വീട്ടിൽ പായയുണ്ടെങ്കിൽ അത് കീറിയതല്ലെന്ന് ഉറപ്പാക്കുക. അടുത്തത് ചോരുന്ന പാത്രം. ചോരുന്ന പാത്രം ഉപയോഗശൂന്യമാണ്. അത്തരത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിലെ സ്ഥലം കളയുകയാണ് ചെയ്യുക. കളയാൻ മടിച്ച് അത്തരം വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതല്ല. ചോർച്ച അടച്ചു ഉപയോഗിക്കാൻ പാകത്തിലായാൽ അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. അടുത്തത് പണമിടാത്ത കുടുക്ക. പണം കരുതി വെക്കുന്ന കുടുക്ക പണ്ട് കാലത്ത് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. കുട്ടികളിൽ ധനസമ്പാദന ശീലം വളർത്തുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. മാത്രമല്ല ഒരു അത്യാവശ്യത്തിന് ഈ കുടുക്കകളിലെ പണം നമുക്ക് സഹായമാവുകയും ചെയ്യും. പക്ഷെ ഇത്തരം കുടുക്കകൾ ഒഴിച്ചിടുന്നത് ഐശ്വര്യക്കേടാണെന്നാണ് പറയുന്നത്. ധനം സ്വരുക്കൂട്ടി വെക്കാനാണ് കുടുക്കകൾ. ചെറുതാണെങ്കിലും അതിൽ കഴിയുന്ന ഒരു തുക നിക്ഷേപിച്ചിരിക്കണം. അടുത്തത് കീറിയ നോട്ട്. കീറിയ നോട്ടുകൾ പലരും വീടുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നാൽ അത് ധനക്ലേശത്തിന് വഴിവെക്കുന്നു. കീറിയ നോട്ടുകൾ ഒരു രീതിയിലും നമുക്ക് ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, അവ ബാങ്കിൽ കൊടുത്താൽ പുതിയ നോട്ടുകൾ പകരം ലഭിക്കുകയും ചെയ്യും. പ്രയോജനമില്ലാത്ത നോട്ടുകൾ കയ്യിൽ വെക്കുന്നതിന് പകരം അത് മാറ്റി പ്രയോജനകരമാക്കുന്ന നോട്ടുകളാക്കുക. അടുത്തത് ചോർച്ചയുള്ള വിളക്ക്. ചോർച്ചയുള്ള വിളക്കുകൾ വീടിന് ഐശ്വര്യക്കേടാണ്. എണ്ണ ചോരുന്ന വിളക്കുകളിലൂടെ തിരി കത്തുന്നതിനാവശ്യമായ എണ്ണ ചോർന്നു തീരുകയും പടുതിരി പാളുകയും ചെയ്യും. പടുതിരി പാളരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിലവിളക്കിൽ ചോർച്ചയുണ്ടെങ്കിൽ അത് മാറ്റി വാങ്ങുക. അടുത്തത് പക്ഷിത്തൂവൽ. പക്ഷിത്തൂവൽ വീട്ടിലുണ്ടെങ്കിൽ അവിടെ കടം കയറും. അവിടെ ശനിയുടെ ദോഷം അനുഭവപ്പെടുകയും ചെയ്യും. അടുത്തത് ശബ്ദമുണ്ടാക്കുന്ന വാതിൽ. ചില വീടുകളിലെ വാതിലുകൾ എന്തെങ്കിലും തകരാറുകൾ കൊണ്ട് അടയ്ക്കുമ്പോഴും ശബ്ദം പുറപ്പെടുവിക്കും. ഇത് വീടിൻ്റെ ഐശ്വര്യത്തിന് ചീത്തയാണ്. അതിൻ്റെ വിജാഗിരിയുടെയോ മറ്റോ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതിൽ അത് മാറ്റി ശബ്ദപ്രശ്നം പരിഹരിക്കുക. അടുത്തത് വക്കുപൊട്ടിയ മൺപാത്രങ്ങൾ. ഉപയോഗിക്കാൻ പറ്റാത്ത മൺപാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. അതിനാൽ അത്തരം പാത്രങ്ങൾ വീട്ടിൽ നിന്നും മാറ്റുക. അവ അനാവശ്യമായി വീട്ടിലെ സ്ഥലം കളയുകയും ചെയ്യും. വക്കുപൊട്ടിയ മൺപാത്രങ്ങൾ ഉപയോഗിച്ചാൽ പിടിക്കാൻ ഇടയില്ലാതെ ചൂടുപാത്രങ്ങൾ കറിയോടെ നിലത്ത് വീഴാനും ചൂട് തട്ടി പൊള്ളലുണ്ടാകാനുമെല്ലാം സാധ്യതയുമുണ്ട്. അടുത്തത് ഉപയോഗിക്കാതെ കിടക്കുന്ന ആട്ടുകല്ല്. ആട്ടുകല്ലൊന്നും ഇന്ന് മിക്ക വീടുകളിലും ഇല്ല. എങ്കിലും പഴയ തറവാടുകളിലും മറ്റും ഇപ്പോഴും ചിലപ്പോൾ ആട്ടുകല്ല് ഉപയോഗിക്കാതെ കിടപ്പുണ്ടാകും. കാരണം അതിലെ പൊടിയും അഴുക്കും വന്ന് നിറഞ്ഞാൽ വീട്ടിൽ അന്നം മുട്ടും. കളയാൻ മടിയാണെങ്കിൽ അത് കമഴ്ത്തി വെക്കാനെങ്കിലും ശ്രമിക്കുക. അടുത്തതാണ് ആരാണെന്നറിയാത്ത മൂർത്തി. ചില വീടുകളിലെ പൂജാമുറികളിൽ മൂർത്തി ആരാണെന്നറിയാതെ ഫോട്ടോകളും രൂപങ്ങളും വെച്ച് ആരാധിക്കാറുണ്ട്. ഇത് കഷ്ടകാലവും ധനക്ലേശവും വരുത്തിവെക്കും. മറ്റുള്ളവർ തരുന്നതും സ്വയം വാങ്ങുന്നതുമായ ഇത്തരം ആരാധനാ രൂപങ്ങൾ ആരാണെന്നറിയാതെ പൂജിക്കാതിരിക്കുക. അടുത്തത് ചിതൽപുറ്റ്, കടന്നൽക്കൂട്, തേനീച്ചക്കൂട് എന്നിവ. ഇവ മൂന്നും വീട്ടിലുള്ളവർക്ക് അപകടം ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇവ വീട്ടിൽ നിന്ന് അകറ്റുക. ഇവയുടെ കുത്തുകൊണ്ടാൽ വിഷബാധയുണ്ടാകും. അതുമാത്രമല്ല ഇവ മൂലം വീട്ടിൽ ധനക്ലേശം ഉണ്ടാവുകയും ചെയ്യും. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.